പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് സ്വന്തമെന്ന് നാം കരുതുന്നതും നാം കൈയടക്കി വെച്ചിരിക്കുന്നതുമായ സർവ്വതും നഷ്ടപ്പെട്ടാൽ നാം എന്തു ചെയ്യും? ബഹുഭൂരിഭാഗം ആളുകളും നിരാശരായി ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒന്നുകിൽ ഇനി ഒന്നും ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുകയോ, അതല്ലെങ്കിൽ മനുഷ്യരോടും അധികാരികളോടും തനിക്ക് ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടാകാൻ ഇടവരുത്തിയ ഈശ്വരനോടും എന്നല്ല, ഒരു പക്ഷേ തന്നോട് തന്നെയും റിബലായി സമനില നഷ്ടപ്പെട്ട അവസ്ഥയിലായി തീരും. നിഷ്ക്രിയരാവുകയും തനിക്കും കൂടെയുള്ളവർക്കും നരകതുല്യമായ ഒരവസ്ഥ ഉണ്ടാകാൻ ഇടയാക്കുകയും ചെയ്തേക്കാം. വില്യം എസ് ബറോസ് എന്ന അമേരിക്കൻ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേര് ഓർക്കുന്നില്ലെങ്കിലും അദ്ദേഹം എങ്ങനെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനായി എന്ന കഥ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. നേക്കഡ് ലഞ്ച് എന്ന അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നോവൽ എഴുതി പൂർത്തിയാക്കി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആകസ്മികമായി ആ നോവലിൻ്റെ ഏക കയ്യെഴുത്ത് പ്രതി കത്തി നശിച്ചു പോകാൻ ഇടവന്നത്. സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും അല്ലാതെ നിരാശപ്പെടും. അദ്ദേഹത്തിനും അത് തന്നെ സംഭവിച്ചു. എന്നാൽ ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നീട് വീണ്ടും അത് എഴുതി പൂർത്തിയാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ നോവലിന് ഫ്രഞ്ച് സർക്കാരിൻ്റെ ഒരു അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ഇതുപോലെ മുംബൈയിൽ താമസിച്ചിരുന്ന ഒരു കൗമാരക്കാരൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരുപാട് പ്രാരാബ്ദങ്ങളും അതേസമയം ജീവിക്കാനുള്ള വലിയ മോഹവുമായി ചിന്തയിലും ഓർമ്മയിലും ഊണിലും ഉറക്കത്തിലും എന്നല്ല, മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമായി താൻ ജനിച്ചു വളർന്ന മുംബൈയുടെ പ്രാന്തപ്രദേശമായ ഒരു കുഗ്രാമത്തിൽ നിന്ന് മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ തിരക്കിലേക്ക് ആ കൗമാരക്കാരൻ ചേക്കേറി. വളരെ ചെറുപ്പത്തിലെ തന്നെ അയാളുടെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് അയാൾ സ്വപ്നം കണ്ടത്. എങ്കിലും ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതിരുന്നതിനാൽ തൻ്റെ ഉപജീവനത്തിനായി മുംബൈയിലെ ശിവാജി പാർക്കിനടുത്തായി ഒരു വടപ്പാവ് തട്ടുകട ആരംഭിച്ചു. ജീവിതം ഒരുവിധം പച്ചപ്പിടിച്ച് തുടങ്ങിയ സന്തോഷത്തിലായിരുന്നു അയാൾ. എന്നാൽ അധികം നാൾ കഴിയുമ്പോഴേക്കും കോർപ്പറേഷൻ അധികാരികൾ ആ തട്ടുകട പൊളിച്ചു കളഞ്ഞു. ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ ആത്മഹത്യയ്ക്കും ജീവിക്കാനുള്ള വലിയ ആഗ്രഹത്തിനുമിടയിൽ ഇനി എന്ത് എന്നറിയാതെ വിഷമിച്ച് നിന്നിരുന്ന സാഹചര്യത്തിലാണ് തികച്ചും യാദൃശ്ചികമായി ഒരു പത്രപരസ്യം കാണാൻ ഇടവന്നത്. ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ പിയൂണിനെ ആവശ്യമുണ്ടെന്നതായിരുന്നു ആ പരസ്യം. ശരീരത്തിൻ്റെ ഓരോ നാഡീഞരമ്പിലും സിനിമയെന്ന സ്വപ്നവുമായി, അതേസമയം പ്രതിസന്ധികൾ മാത്രമുള്ള ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഏറെ പ്രയാസപ്പെട്ട് നിന്നിരുന്ന ആ കൗമാരക്കാരന് മറ്റൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ല. ആ സ്റ്റുഡിയോയിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി പ്രവേശിച്ചു. അവിടെ തൂപ്പുകാരനായും ക്യാമറ അറ്റൻഡറായും പല ജോലികളും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ആ കൗമാരക്കാരൻ ഐതിഹ്യ കഥകളിലെ നായകരെ കണക്കാണ് പിന്നീട് വളർന്നു വന്നത്. മറാത്തി, ഹിന്ദി സിനിമകളുടെ ക്യാമറമാനായും പിന്നീട് സംവിധായകൻ എന്ന നിലയിലേക്കും അദ്ദേഹം അതിവേഗം വളർന്നു. ആ വളർച്ച ചെന്ന് എത്തിച്ചിരിക്കുന്നത് ഹിന്ദിയിലെ ഷവ അഥവാ സിംഹം എന്ന വലിയ സിനിമയുടെ സംവിധാന കുപ്പായത്തിലാണ്. 2025 ഇറങ്ങിയ ഹിന്ദി സിനിമകളിൽ ഹിറ്റ് സിനിമയായിട്ടുള്ളത് ഷവയാണ്. ആ സംവിധായകൻ്റെ പേരാണ് ലക്ഷ്മൺ ഉഡേക്കർ. 1980 ജൂൺ 1 മഹാരാഷ്ട്രയിലെ മുംബൈയിൽ അയാൾ ജനിച്ചു. തിരക്കേറിയ നഗരത്തിൽ വളർന്ന അദ്ദേഹത്തിന് സിനിമാ മേഖലയോട് ആദ്യകാലങ്ങളിൽ തന്നെ ഒരു അഭിനിവേശം ജനിച്ചു. അത് ഉത്കടമായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധ്യമാകുന്നതിന് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ജീവിക്കാനുള്ള തത്രപ്പാടിലും പ്രതിസന്ധികളിലും താൻ കണ്ട സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുകയോ അതിനോടുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഇല്ലാതാവുകയോ ചെയ്തില്ല. ഇംഗ്ലീഷ് വിംഗ്ലീഷ്, ഡിയർ സിന്ദഗി എന്നീ സിനിമകളെ ഛായാഗ്രാഹകനായാണ് ഉഡേക്കർ തൻ്റെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം നടത്തിയത്. 2014 മറാത്തി ചിത്രമായ തപാൽ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി തീരുന്നത്. തുടർന്ന് ഹിന്ദി റൊമാൻറ്റിക് കോമഡികളായ ലുക്ക ചുപ്പി, സാറ ഹറ്റ്കെ സാറ ബച്കെ, കോമഡി ഡ്രാമ മിമ്മി, ചരിത്രപരമായ ആക്ഷൻ ചിത്രം
ഷവ എന്നിവ അദ്ദേഹം സംവിധാനം ചെയ്തു. സിനിമാ സെറ്റുകളിൽ എളിയ നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രശസ്ത സംവിധായകനാകാനുള്ള ഉടേക്കറിൻ്റെ യാത്ര അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹത്തിനും സിനിമയോടുള്ള അഭിനിവേശത്തിനുമുള്ള തെളിവാണ്. ഷാരൂഖ് ഖാൻ, ആലിയ ഭട്ട്, അമിതാഭ് ബച്ചൻ, കൃതി സനോൺ തുടങ്ങിയ പ്രമുഖ നടന്മാരുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജനിച്ചു വളർന്ന ഉടേക്കറിൻ്റെ നിലവിലെ ആസ്തി ഏകദേശം 148 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പൊതുവെ എല്ലാവർക്കും നിരവധി സ്വപ്നങ്ങളുണ്ട്. എന്നാൽ അവരെല്ലാവരും വിജയിക്കുന്നില്ല. വിജയിക്കുന്നവർക്ക് എന്താണ് പ്രത്യേകതയുള്ളത്? സ്വപ്നം കാണുകയും അത് നേടിയെടുക്കാനായി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു. ഇത് രണ്ടും സക്സസ് എന്ന നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. വലിയ സ്വപ്നങ്ങൾ കാണുകയും പടിപടിയായി മുന്നോട്ട് പോയി അത് നേടിയെടുക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഈ ലോകത്ത് വേറെ ഉണ്ടാകാനിടയില്ല. ആ ലഹരിയെ സ്നേഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ ഏത് ലക്ഷ്യത്തിലും ചെന്നെത്താൻ അയാൾക്ക് കഴിയും. മറ്റുള്ള ലഹരികളൊക്കെ ജീവിതത്തിൽ നിന്നുള്ള ഒരു തരം ഒളിച്ചോട്ടമാണ്. അതിരുകളില്ലാതെ സ്വപ്നം കാണുക, അവയിൽ ഏറ്റവും യഥാർത്ഥമായതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, തനിക്ക് അതൊരിക്കലും അപ്രാപ്യമല്ല എന്ന ആത്മവിശ്വാസം മുറുകെ പിടിക്കുക. തീർച്ചയായും നേട്ടങ്ങൾ നമ്മെ തേടി വരും. അതുകൊണ്ട് സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.